കംപ്ലൈന്റ് കൊടുത്തത് ആരാണെന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ. അർജുൻ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഇറങ്ങുക. സാർ ഇവരെയൊക്കെ ഒന്ന് പുറത്താക്കണ്ടേ? എടോ, താനെന്തിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നേ? സ്റ്റേഷനിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നീ ചേച്ചി, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ വേദാന്തേട്ടൻ ഇവിടെ ലോക്കായി പോവും. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ വിഷയം ലോകം മുഴുവൻ സ്പ്രെഡ് ആവും. സർ, ഒരു മിനിറ്റ്. അമൂല്യ, നീ എന്തായി ചെയ്യുന്നേ? അമൂല്യ ഒന്നും മിണ്ടായിരിക്കും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഡ്യൂട്ടി കഴിഞ്ഞു, എനിക്കിനൊന്നും കേൾക്കണ്ട. കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് കംപ്ലൈന്റ് കോപ്പി ഒന്ന് കാണണം സർ. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, കംപ്ലൈന്റ് കോപ്പി തന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ആവും. അവളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ഓർത്തും സത്യം പുറത്തു വരുന്നത് വരെയും അത് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ശരി, പെൺകുട്ടിയുടെ പേര് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നാ മതി. പക്ഷേ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, അല്ലേ സർ? വക്കീലിനെ ഇവളങ്ങനെ സൈലന്റ് ആക്കി. ആള് കൊള്ളാലോ. ശരിയല്ലേ സർ? ഞങ്ങൾക്ക് കോപ്പി കാണാലോ, അല്ലേ? ശരി ശരി. അർജുൻ, ആ കംപ്ലൈന്റ് കോപ്പിയുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോണ്ട് വാ. ആ പേരതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് കൊണ്ടുവന്നാ മതി കേട്ടോ. ഇതാ നോക്ക്, എന്നിട്ട് വേഗം തിരിച്ചു തരണം. നിന്റെ വക്കീലും മിണ്ടാന്നിരിക്കുകയാണല്ലോ. പിന്നെ നിനക്കെന്താ പ്രശ്നം? നോക്കി തീർന്നെങ്കിലേ തിരികെ തരാലോ. ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം കൺഫേം ചെയ്തിട്ട് പോയിക്കോളൂ സർ. കൺഫേമോ? എന്താ അത്? കംപ്ലൈന്റ് തന്നെ പച്ച കള്ളമാണ് സർ. എവിടെയോ പോയി പുതിയ കഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക. ഇല്ല സർ, പെൺകുട്ടിയുടെ കംപ്ലൈന്റിൽ ഏത് രാത്രിയാണോ ഹാരാസ്മെന്റ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ആ രാത്രി മുഴുവൻ വേദാന്ത എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ രാത്രി മുഴുവൻ വേദാന്ത എന്റെ കൂടെ ഉണ്ടായിരുന്നു. അമൂല്യ, വെറുതെ എനിക്ക് വേദാന്ത് എന്നെ സംസാരിക്കാൻ സമ്മതിക്ക്. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ. നീ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്ന സത്യമാണ് സർ. കംപ്ലൈന്റ് തന്ന പെൺകുട്ടി 28-ാം തീയതിയാണ് വേദാന്ത് എന്നെ ഹരാസ് ചെയ്തതെന്ന് തന്നെയല്ലേ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നേ? പക്ഷെ അന്ന് വൈകുന്നേരം 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോ ആ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കള്ളവല്ലേ?
എന്തൊക്കെയായി പറഞ്ഞ അമൂല്യ? ഇതെങ്ങനെ പുറത്തറിഞ്ഞ നിന്റെ ഭാവി എന്തായിരിക്കും? അതിനെപ്പറ്റി നീ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചോ? ഇത് നീ കോടതി പറഞ്ഞോ, പക്ഷെ ഞാനിത് വിശ്വസിക്കില്ല. ഇതിന്റെ പേരില് കോടതിയിൽ നാണം കെടാൻ പോകുന്നത് നിങ്ങളാണ് സർ. തെറ്റായ കംപ്ലൈന്റ് ആണ് നിങ്ങൾ ഫയൽ ചെയ്തതെന്ന് വരും. നിന്റെ അടുത്ത് അതിനുള്ള പ്രൂഫ് ഉണ്ടോ? ഒരു മിനിറ്റ് സർ. ഹലോ അമൂല്യ. ഹലോ സുജിത്, ഞാനും വേദാന്ത് നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വന്ന ഡേറ്റ് എന്നാണെന്നൊന്ന് പറയാമോ? 28-ാം തീയതിയാണോ അമൂല്യ? എന്തു പറ്റി? വേദാന്തിന്റെ കൂടെ ഞാൻ തന്നെയല്ലേ ഉണ്ടായിരുന്നതെന്ന്? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വേദാന്തം ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളും പിന്നെ വേദാന്തും. സത്യമല്ലേ സർ? പക്ഷെ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. എവിടെ? എന്തു പറ്റി? ഫോട്ടോസ് ഞാൻ അയച്ചുതരാം, നിങ്ങൾ തന്നെ കാണിക്കും. നോക്ക്, ഞാൻ ആ ഫോട്ടോയുടെ കാര്യം മറന്നുപോയായിരുന്നു. എങ്കിൽ ആ ഫോട്ടോ എനിക്കൊന്ന് അയക്കാമോ? ബാക്കിയെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോഴെങ്കിലും വിശ്വാസം വന്നോ സർ? വിശ്വാസം വന്നില്ലെങ്കിൽ എന്റെ അടുത്ത് ഇനിയും കുറെ സാക്ഷികളുണ്ട്. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഒന്ന് ഓഫീസിലേക്കും പോകേണ്ടി വന്നു. അവിടെ സെക്യൂരിറ്റിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് കാരണം ഞങ്ങൾ അന്ന് ഓഫീസിന്റെ അകത്ത് കുടുങ്ങിപ്പോയി. അവിടെയുള്ള സെക്യൂരിറ്റി, വിക്രാന്ത്, ഓഫീസ് സ്റ്റാഫ്സ്, പിന്നെ എന്റെ ചേട്ടനും അന്ന് അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും സാറിന് ഇനിയും തെളിവ് അമ്മ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? ഇനി മുതൽ അമ്മ ജോലി ചെയ്യുന്നതൊക്കെ ഒന്ന് കുറച്ചിട്ട് ആരോഗ്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. എവിടെയാണ് ജോലി ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കണ്ട. ഞങ്ങള് 4 പേരില്ലേ ഇവിടെ. എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. പേരിനാണ് 4 പേര്. 2 പേരെ കാണാനേ കിട്ടത്തില്ല. വേറൊരുത്തിയാണെങ്കി ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടെങ്കിലും പോവും. പിന്നെയുള്ളത് നീ മാത്രം. നീയാണെങ്കി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടേയിരിക്കും. എത്ര കൂടുതൽ ജോലി ഉണ്ടെങ്കിലും ഞാൻ ചെയ്തോളാം അമ്മേ. പക്ഷെ അമ്മയ്ക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അത് വിട്. ഈ സമയത്തിനുള്ളിൽ അമ്മു വരേണ്ടതാണല്ലോ. എന്തു ജോലി എന്തോ. അവളെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കും. അമ്മ എവിടെ പോയി എന്തോ. അർജന്റായിട്ട് വന്നിട്ട് അതിഥിയെ വിളിച്ചോണ്ട് പോയ കാര്യം അമ്മയോട് ഇപ്പൊ പറയാതിരിക്കുന്നതാ നല്ലത്. എന്താ ആലോചിക്കുന്നേ? നീ ഫോൺ ചെയ്യേ. അമ്മു ചേച്ചിയും അതിഥി ചേച്ചിയും എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കാ. അവര് വെറുതെ വിടമ്മേ. 2 പേരും ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനേ ഇല്ല. ഒരുത്തി റൗഡി ബേബി വഴക്കാളി, മറ്റോളാണെങ്കിൽ ഒന്നിനും ഒരു കുറവില്ലാത്തവള്. അവളുടെ ചേച്ചിയുടെ സ്ഥാനം അവള് തന്നെ നിറയ്ക്കുന്ന പോലെ കാണിച്ചോണ്ടിരിക്കും. ആ മുതുക്കി എന്റെ റൗഡി ചേച്ചിയെ പോലെ അല്ല. വെറുതെ ഇങ്ങനെ തലയിൽ വെച്ച് പുകഴ്ത്തണ്ട. വന്ന് വന്ന് ഇവളും വലിയ ഭയങ്കരയായിട്ടുണ്ടല്ലേ ആരതി? എന്തു തന്നെയാണെങ്കിലും എന്റെ 4 മക്കളും നല്ല ബുദ്ധിയുള്ളവരാ. അവര് 2 പേരും പുറത്താണെങ്കിലും എനിക്കൊരു ടെൻഷനും ഇല്ല. എന്താന്ന് വെച്ചാലേ, അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അവര് 2 ആളും ചെയ്യില്ല. ഇതിനെ പറ്റി എനിക്ക് ഒരു തർക്കവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അമ്മയുടെ മക്കളല്ലേ. അതുകൊണ്ടല്ലേ ഞാനും സമാധാനമായിട്ടിരിക്കുന്നേ. പോയി ഭക്ഷണം കഴിക്കേ. വീണ്ടും കളിക്കാനൊന്നും നിക്കണ്ട. വാ മോളെ. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ റിസീവർ എടുത്ത് പുറത്ത് വെക്കാൻ. പോയി ഫോൺ എടുക്കണോ. ഹലോ, എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ. അതെയോ, ഞാൻ സാറിനോട് പറഞ്ഞോളാം. ആരാടോ? കംപ്ലൈന്റ് പിൻവലിച്ചെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പൊ പരാതിയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. കംപ്ലൈന്റ് അറിയാതെ കൊടുത്തു പോയതാന്ന്.
ഇതെന്താ എല്ലാരും കൂടെ ചേർന്ന് നാടകം കളിക്കാണോ? സത്യം എന്താണെന്ന് സാറിന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും എന്റെ ബോസിനെ വിട് സാർ. ഇറക്കി വിടറോ. അമൂല്യ, താങ്ക്സ് ഫോർ എവറിത്തിങ്. നിങ്ങളുടെ പേരിൽ കേട്ട കംപ്ലൈന്റ് സത്യമാണോ സാർ? സത്യമായിരുന്നു. എന്റെ പേരിൽ ഏതോ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അത് ഫേക്ക് ആണെന്ന് അവള് തന്നെ ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കുക. ദയവ് ഏത് ജനങ്ങൾക്ക് ഉപയോഗമുള്ള ന്യൂസ് വല്ല വിട്. നോ കോൺട്രവേഴ്സീസ് പ്ലീസ്. താങ്ക് യു. ലൈംഗിക പീഡനത്തിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലേ സർ? അത് തന്നെ കള്ളമെന്ന് പറഞ്ഞത്. പ്ലീസ് ഞാനൊന്ന് പോട്ടെ. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. സോ നടന്നതിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് അർത്ഥം അല്ലേ? ചേട്ടാ, ഇവര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതിനൊന്നും ഉത്തരം കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങൾ ശരിക്കും ആരാന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നേ വരെ നിങ്ങൾ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് കള്ളമല്ലേ സർ? അതിനർത്ഥം നിങ്ങൾക്ക് ലേഡീസിനോട് തീരെ റെസ്പെക്ട് ഇല്ല എന്നല്ലേ സർ? വേദാന്ത്, നീ ഒന്നും സംസാരിക്കണ്ട. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. മതി വേദാന്ത്, നമുക്ക് പോവാം. ഇനിയെങ്കിലും റിയൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ നോക്കൂ സാർ. നാടകം അവസാനിപ്പിക്കൂ. എടാ, നീ ആരെ പറ്റി എന്താ പറയുന്നെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഉള്ളത് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നോ? വീട് സാറേ, ഇതൊക്കെ ടെലികാസ്റ്റ് ആവുന്നുണ്ട്. വാ വേദാന്ത്, പോവാം നമുക്ക്. നീ കരയണ്ട മോളെ, സമാധാനായിട്ടിരിക്കെ. എല്ലാം ശരിയാവും, നോക്കിക്കോ. എന്താ സിദ്ധാർത്ഥ് ചേട്ടന്? നത്തിങ് ടു വറി ആദ്യ. അമൂല്യയുടെ ധൈര്യം കാരണം കംപ്ലൈന്റ് കൊടുത്ത കുട്ടി കംപ്ലൈന്റ് തിരിച്ചു വാങ്ങി. അങ്ങനെ വേദാന്തിനെ റിലീസ് ചെയ്തു. സമാധാനായി, ദൈവം നമ്മളെ കാത്തു. ചേട്ടൻ എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ്? പാവം ചേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയൊക്കെ അപമാനം സഹിക്കേണ്ടി വന്നു. ഇനി ചേട്ടൻ എങ്ങനെ പുറത്തിറങ്ങും? ഇത് മോശം സമയം ആദ്യ. ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരാൾ തുനിഞ്ഞിറങ്ങിയ നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? ചേട്ടൻ ഇനി എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റും? ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റാറ്റസ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായില്ലേ? ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ. പാവം എന്റെ ചേട്ടൻ. അത് സാരമില്ല. ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം മീഡിയ എഡിറ്റേഴ്സിനെ വിളിച്ച് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയം വഷളാവാതെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും നന്നായി സിദ്ധാർത്ഥ. വേദാന്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. വളരെ നല്ല പയ്യനാ. അങ്ങനെയുള്ള ഒരാളുടെ മേലെ ഇങ്ങനെ ഒരു കള്ള ആരോപണം ആരുണ്ടാക്കിയോ? ഛേ,
പറയും എന്നെ വിശ്വാസവേദ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. കംപ്ലൈന്റ് തന്ന പെൺകുട്ടി 28-ാം തീയതിയാണ് വേദാന്ത് എന്നെ ഹരാസ് ചെയ്തതെന്ന് തന്നെയല്ലേ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നേ? പക്ഷെ അന്ന് വൈകുന്നേരം 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുള്ളൂ. എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കും. എന്നിട്ടും എനിക്കൊരു ആവശ്യം വന്നപ്പോ ആ കഴുത പോലീസ് സ്റ്റേഷനിൽ വന്ന് അത്രയും പറയാനുള്ള ധൈര്യം കാണിച്ചു. നീ ഇപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നേ? ഇതാണോ സമയം? അവക്കാണെങ്കിൽ എന്ന് ലേറ്റ് ആയിട്ട് വന്നിട്ട് അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞു. നിനക്കെങ്കിലും കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ? അവിടെ കൂടെ കൂടി നീയും ഇങ്ങനെയൊക്കെ തന്നെയായി. ഇതുങ്ങളെ കൊണ്ടും എനിക്ക് ജീവിക്കാൻ വയ്യ എന്റെ ദൈവമേ. ഒന്ന് മിണ്ടാതിരിക്കും. എപ്പോ നോക്കിയാലും ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. നീ അത് മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്കി. ഓ നീ വലിയ ആള്. ഓ അതിഥി അമ്മോ വന്ന രണ്ടാള് എവിടെ പോയിരുന്നു? അച്ഛാ അത് അച്ഛാ അതെ, അമൂല്യ ചേച്ചിയുടെ കൂട്ടുകാരി വന്നിരുന്നു. അവരുടെ ഒപ്പം ടൗണിൽ പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ചു വരുമ്പോ ബസ് കിട്ടിയില്ല അച്ഛാ. അതുകൊണ്ടാ ലേറ്റ് ആയത്. അതെ അച്ഛാ, ബസ് കിട്ടിയില്ല. അതുകൊണ്ടാ ലേറ്റ് ആയി പോയത്. നിങ്ങൾ ഈ പെമ്പിള്ളേരുണ്ടല്ലോ, ഒരു തവണ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ മറന്നുപോകും. അവിടെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല, ഇഷ്ടമുള്ളത് കിട്ടുകയില്ല. അച്ഛാ, ഈ അമ്മു ചേച്ചി വേഗം വരാന്ന് പറഞ്ഞാല് ഈ അതിഥി ചേച്ചി സമ്മതിച്ചു കാണില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അല്ല പിന്നെ പാവമല്ലേ അവള്, വേറെന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞു കൊടുക്ക അച്ഛാ. എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വരും. ഇത് തന്നെ എവിടെ സ്ഥിരം പരിപാടി. അച്ഛാ, അച്ഛൻ അറിയില്ല, ഇവൾക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞ ഭ്രാന്താണ്. എല്ലാത്തിനും മാച്ചിങ് തന്നെ കിട്ടിയേ പറ്റൂ. അവിടെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങി താമസിച്ചതായിരിക്കും. എന്നിട്ട് എന്നെ അഹങ്കാരി എന്ന് പറഞ്ഞ് വഴക്ക് പറയും. ശരി ആയിക്കോട്ടെ, അവരെവിടെയൊക്കെ പോയാലും എവിടെയൊക്കെ കറങ്ങിയാലും ഇവിടെ തന്നെ വന്നല്ലേ ആഹാരം കഴിക്കുന്നേ. അത് കണ്ടു പഠിക്കും. അവരുടെ അമ്മ വെറുതെ വിടണ്ടെന്ന് കരുതി അവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലേ വീട്ടിൽ വന്ന് കുറച്ച് ചോറും കറിയും കഴിച്ചെങ്കിലേ ശരിയാവുള്ളൂ. ചേട്ടാ ദേ ഇത് കുടിക്കേ.
ഓഫീസിൽ കുറച്ച് നേരത്തെ എത്തണം. ചേച്ചി നിൽക്ക് ചേച്ചി. എന്താ ചേച്ചി ഇത്?